എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, തമാശയ്ക്ക് പോലും ലഹരി നിങ്ങൾ തൊട്ടു നോക്കരുത്. വളരെ സ്നേഹത്തോടെ പറയാണ്. അതിന്റെ അഡിക്ഷൻ ഉണ്ടായാൽ പിന്നെ ഉപ്പ ഏത് എന്ന് തിരിച്ചറിയൂല, ഉമ്മ ഏത് എന്ന് തിരിച്ചറിയൂല, മാതാപിതാക്കളെയും ഭാര്യയും മക്കളെയും പോലും തിരിച്ചറിയൂല. സ്വന്തം മാതാവിനെ പോലും ലൈംഗിക വീഴ്ച നടത്തിയിട്ടുണ്ട് ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ. സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തിയ കഥയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ സ്വന്തം പെങ്ങളോട് പോലും ലൈംഗികമായ ഉപയോഗം നടത്തിയിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ച് ശരീരത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ പരിസരബോധമില്ല, ആരാണ് മുമ്പിലുള്ളത് എന്നവർക്ക് തിരിയില്ല. തമാശയ്ക്ക് പോലും ചങ്ങാതിമാരുടെ കൂടെ ടൂർ പോകുമ്പോ ഒന്ന് നുണഞ്ഞു നോക്ക്, ഒന്ന് ടേസ്റ്റ് നോക്ക് എന്ന് പറഞ്ഞാൽ വരെ ദയവ് ചെയ്ത് ഉപയോഗിക്കരുത്. അത് ശരീരത്തിലേക്ക് കയറിയാൽ പിന്നെ അതില്ലാതെ കഴിയില്ല എന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. അത് ഒരു തവണ നുണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. പെൺകുട്ടികൾക്ക് പോലും അതിന്റെ അഡിക്ഷൻ ഉണ്ട്. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അവര് പഠിക്കുന്ന ക്യാമ്പസുകളാണ് പ്രശ്നം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ പഠിക്കുന്ന ക്യാമ്പസുകൾ പോലും തെരഞ്ഞെടുക്കുമ്പോ ദീനീ ബോധമുള്ള ക്യാമ്പസുകളെ തെരഞ്ഞെടുക്കണേ പ്രിയപ്പെട്ടവരെ. എത്രയോ ക്യാമ്പസുകളില് അവിടെ ചങ്ങാതിമാരുടെ കൂടെ ടൂർ പോകുമ്പോ തമാശയ്ക്ക് വേണ്ടി അവർ കയ്യിലൊന്ന് മണപ്പിക്കുകയാണ്, കയ്യിൽ വെച്ചൊന്ന് മണപ്പിക്കുക. ടൂർ പോകുമ്പോ അതൊന്ന് മണത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അഡിക്ഷനിലേക്ക് പോവുക. അതിനൊരു മണമില്ല. അതൊന്ന് അടുത്തു വന്നാൽ കള്ളു കുടിച്ചവനെ നമ്മൾക്കറിയാം, സിഗരറ്റ് വലിച്ചവനെ നമ്മൾക്കറിയാം. എന്നാൽ ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചവനെ അടുത്തു വന്നാൽ അവൻ ഉപയോഗിച്ചു എന്ന് വാസനയിലൂടെ മനസ്സിലാക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, കോടാനക്കോടിയുടെ മയക്കുമരുന്നാണ് ദിവസവും നമ്മുടെ നാടുകളിൽ നിന്ന് പിടിക്കപ്പെടുന്നത്. ഇതൊക്കെ എന്തിനാ കൊണ്ടുവരുന്നത്? ഏതെങ്കിലും കടലിൽ വലിച്ചെറിയാനല്ല, നമ്മുടെ മക്കൾക്ക് നൽകാനാണ്. അതുകൊണ്ട് നമ്മുടെ